സുഹൃത്തുക്കളെ മൈഗേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2010-11 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് വലിയൊരു ഭാഗ്യം വരാൻ പോവാണ്. ആ ഭാഗ്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ആസ്റ്റൺ വെങ്ങർ, ആഴ്സണലിൻ്റെ വിഖ്യാത പരിശീലനായ ആസ്റ്റൺ വെങ്ങർ ഇന്ത്യയിൽ വന്നിട്ടുള്ള കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വന്നത് നമ്മളെ ഫിഫയുടെ അണ്ടറിൽ ഒരു ഫിഫ അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഫിഫയും നമ്മളെ AFF-ഉം നമ്മളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും സഹകരിച്ചുകൊണ്ട് ഒരു അക്കാഡമി ഒറീസയിൽ തുടങ്ങുന്നുണ്ട്. ഈ 2010-11 ബാച്ചിൽ ജനിച്ച കുട്ടികൾക്കാണ് അതിനുള്ള അവസരമുള്ളത്. അപ്പോൾ ആ സെലക്ഷൻ നടത്തുന്നത് നമ്മളെ ആസ്റ്റൺ വെങ്ങറുടെ മേൽനോട്ടത്തിൽ ഫിഫ തിരഞ്ഞെടുത്ത സെലക്ടേഴ്സാണ്. അപ്പോൾ 2011-10 വർഷങ്ങളിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവർക്ക് അറിയിച്ചു കൊടുക്കാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ തരുന്നുണ്ട്. ഓക്കെ, ഈ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയൽസ് എപ്പോൾ എവിടെ വെച്ച് നടക്കുമെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്താൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്താൽ പിന്നീട് ഇതിൻ്റെ സെലക്ഷൻ എവിടെ വെച്ചാണ് നടക്കുക, എപ്പോഴാണ് നടക്കുക എന്നുള്ള ഡേറ്റും സ്ഥലവും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്തോളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒറീസയിൽ AFF നടത്തുന്ന അക്കാഡമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അവിടെ ഫ്രീ ആയിട്ട് പരിശീലിക്കാം. AFF-ൻ്റെ ഫെസിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബാച്ചിന് ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ ഘട്ടമായിട്ട് എത്തിപ്പെടാൻ പറ്റിയാൽ അത് നിങ്ങളെ ലൈഫ് ചേഞ്ചിങ് തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തീരുമാനത്തിലേക്ക് നിങ്ങൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ ട്രയൽ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും.